സ്തുതി ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം കർത്താവേ, ആരാധന. ദൈവനാമം മഹത്വപ്പെടുന്ന ദൈവസ്നേഹം അതിശയമേ, എല്ലാ നാവും ഒന്നായി ഏറ്റുപാടുന്നേ. ദൈവസ്നേഹം അതിശയമേ, എല്ലാ നാവും ഒന്നായി ഏറ്റുപാടുന്നേ. ആഴി പോലനന്ദം ദൈവമേ നിൻ സ്നേഹം, അതിരുകളില്ല വയലുകൾ പോലെ വിശാലമല്ലോ. ആഴി പോലനന്ദം ദൈവമേ നിൻ സ്നേഹം, അതിരുകളില്ല വയലുകൾ പോലെ വിശാലമല്ലോ. ദൈവസ്നേഹം അതിശയമേ, എല്ലാ നാവും ഒന്നായി ഏറ്റുപാടുന്നേ. ദൈവസ്നേഹം അതിശയമേ, എല്ലാ നാവും ഒന്നായി ഏറ്റുപാടുന്നേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിട്ട്. അപ്പൊ എൻ്റെ മക്കള് ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് അറിയണം. എന്താ കാര്യം? ദൈവം ഉദ്ദേശിക്കുന്നത് സ്ഥായിയായ സ്നേഹം നീയും നിന്റെ ദൈവവുമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രാഹത്തോട് പറയണത്, എൻ്റെ മുമ്പിൽ നിന്ന് നീ പോയേക്കരുതെന്ന് പറയണത്. എബ്രാഹത്തോട് എന്താ പറയണത്? ഉൽപ്പത്തി 17:1 എന്താ പറഞ്ഞിരിക്കണത്? നീ എൻ്റെ മുമ്പാകെ നടക്കുക, കുറ്റമറ്റവനായിരിക്കുക. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോകാതിരിക്കാൻ ദാവീദ് ഇടയ്ക്ക് ഈ ഉടമ്പടി അനുസ്മരിപ്പിക്കും. ദാവീദ് പറയും, കർത്താവേ, തൻ്റെ യോഗ്യത പോകുമ്പോൾ ദാവീദ് അവസാനത്തെ തുറപ്പെടുക്കണതാണ്, കർത്താവേ അങ്ങയുടെ ഉടമ്പടിയെ അനുസ്മരിക്കണമേ. എല്ലാ പിതാക്കന്മാരും പ്രാർത്ഥിക്കണം അങ്ങനെയാണ്, എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? കർത്താവേ അങ്ങയുടെ ഉടമ്പടിയെ അനുസ്മരിക്കണമേ, അങ്ങ് ദൈവത്തോട് അങ്ങ് ചെയ്ത വാഗ്ദാനങ്ങളെ. അതുകൊണ്ട് അബദ്ധം പറ്റിയപ്പോൾ ദാവീദ് എന്താ പറഞ്ഞത്? കർത്താവേ അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. സങ്കീർത്തനം 51:7 എന്താ പറഞ്ഞത്? കർത്താവേ അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. എന്താ കാര്യം? ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ അത് പ്രാർത്ഥിക്കണം. എന്താ കാര്യം എന്നറിയാവോ? ഞാൻ നിങ്ങളുടെ കൂടെ വരും, ഞാൻ നിങ്ങൾക്ക് മുമ്പേ നടക്കുമെന്നല്ലേ പറഞ്ഞിരിക്കണത്. ഈശോയും പറഞ്ഞല്ലോ അങ്ങനെ അല്ലേ? നമ്മുടെ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നല്ല ഇടയൻ്റെ കഥ പറയുമ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കും. അതുപോലെ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? ദൈവവചനം പാലിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. അപ്പം ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോഴുണ്ടാകുന്ന വിഷയം എന്താണ്? നമ്മൾ വചനത്തിൽ നിലനിൽക്കും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കണത്. ഇപ്പം മുന്തിരിച്ചെടിയുടെ ശാഖകളുടെ കഥ പറയുമ്പോൾ ഈശോ പറയും, എൻ്റെ വചനം നിങ്ങളിൽ നിലനിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ്. കാര്യം നിബന്ധന ഉണ്ടാകും, നിയോഗം ഉണ്ടാകും. ഒരു ഉടമ്പടി വചനം കണ്ടുപിടിക്കണം എങ്ങനെയാണ്? അതിൻ്റെ അകത്ത് വാഗ്ദാനം ഉണ്ടാകും എപ്പോഴും. പിന്നെ എന്താണ്? നിബന്ധന ഉണ്ടാകും, നിയോഗം ഉണ്ടാകും. ഇപ്പം നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ, എന്താ വചനത്തിൽ എൻ്റെ മുമ്പിൽ നിന്ന് മാറാതിരുന്നാൽ എന്നർത്ഥം. എൻ്റെ വചനം പാലിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടന്നാൽ അത് നിബന്ധനയാണ്. ഇഷ്ടമുള്ള ചോദിക്കാം. യോഹന്നാൻ 15:7 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാമെന്ന് പറഞ്ഞിരിക്കണത്. അത് എല്ലാമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യണില്ല ദൈവം ഒന്നും പരിമിതിപ്പെടുത്തണില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ചോദിക്കുമ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിനക്ക് കിട്ടണേക്കാൾ വലുതായിരിക്കും നിൻ്റെ ദൈവം എന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾ ചോദിക്കുമ്പോൾ, നിനക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. എന്താണ്? എന്ത് ലഭിച്ചാലും നിനക്ക് കിട്ടിയതിനേക്കാൾ വലുതായിരിക്കണം നിൻ്റെ ദൈവമെന്ന്. അതാണ് പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ നീ ദൈവത്തെ മറന്ന് കളയരുത്, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോയി കളയരുത്. ചില സമയത്ത് ചില ആൾക്കാരുടെ അനുഗ്രഹങ്ങൾ താമസിക്കാനൊരു കാരണം അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോണതാ. അതുകൊണ്ട് ദൈവം പറയും, നിങ്ങൾക്ക് മാർഗഭ്രംശം വരരുത്. നിങ്ങൾക്ക് മാർഗഭ്രംശം ആരും നിങ്ങളെ വഴി തെറ്റിക്കരുത് എന്നതിൻ്റെ അർത്ഥം.
യാക്കോബിൻ്റെ 1:16, യാക്കോബ് 1:16, നിങ്ങൾക്ക് മാർഗഭ്രംശം വരരുത്. എന്തുകൊണ്ട് അങ്ങനെ പറയണത്? ആർക്കെങ്കിലും നമ്മളെ വഴിതെറ്റിക്കാൻ പറ്റും. എല്ലാവരും ഓരോ പരുവത്തിലൊക്കെ ആയിപ്പോയത് എന്താ? ആൾക്കാരെ വഴിതെറ്റിച്ചതാ. ആൾക്കാർ ഇപ്പോൾ ചിലർ പറയും നമുക്ക് ഇന്ന ബിസിനസ് തുടങ്ങാമെന്ന് പറയും. ചില ആൾക്കാർ പറയും നമുക്ക് പന്നി ഭാര്യൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മായിപ്പം പറയും എന്നാടാ നിന്നെയൊക്കെ എന്നാ ജോലി, ഒരു പന്നി വളർത്ത തുടങ്ങാൻ പറയും. അപ്പം നമ്മളുടനെ പന്നി വളർത്തിയാൽ നഷ്ടമില്ലല്ലോ. അതിൻ്റെ ഒരു അല്പമൊക്കെ ഒരു കർഷക ബോധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പന്നിയാണെങ്കിൽ ചെറുപറ പ്രസവിക്കും. നമ്മൾ ആ പ്രസവിക്കുന്ന സമയത്ത് പന്നിയുടെ അടുത്ത് നിന്നാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ആ പന്നി അത് തന്നെത്താൻ പന്നിയുടെ പ്രസവ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? പന്നിയുടെ പ്രസവിച്ച കുഞ്ഞിനെ തന്നെ തിന്നുകൊണ്ടിരിക്കും. പൂച്ച അങ്ങനെ ചെയ്യും. പക്ഷേ പൂച്ച എല്ലാത്തിനും തിന്നത്തില്ല, പന്നി മൊത്തത്തിനും തിന്ന് കളയും. അത്ര പ്രശ്നം. ആകെപ്പാട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അത്രേ ഉള്ളൂ. പിന്നെ വേസ്റ്റ് തിന്ന് ഉള്ളൂ, എവിടെ നിന്ന് വേസ്റ്റ് കിട്ടിക്കൊള്ളൂ. ഇപ്പം അമ്മായിപ്പം പറയുമ്പോൾ നല്ല കാര്യമാണ്. 6 മാസം കൂടി സാധനമൊക്കെ വളർന്നു കഴിഞ്ഞാൽ ആൾക്കാർ മൊത്തിക്കൊണ്ട് പോകും. ഓരോ പെരുന്നാൾ വരുമ്പോൾ 10-12 പന്നി ചിലവാകും. ഇപ്പം നമ്മൾ ഉടനെ ലോൺ എടുത്ത് പന്നി അതിൻ്റെ ഷെഡ് കെട്ടി അപ്പോൾ തന്നെ 2.5 ലക്ഷം രൂപയായി. കാരണം സാങ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈജീനിക്കായിട്ട് കെട്ടണ്ടേ. അങ്ങനെ നമ്മൾ കെട്ടി. അപ്പോൾ അത് നമ്മൾ പിന്നെ പന്നി വളർത്തുമായിട്ട് കൂടി. എങ്ങനെ ഞായറാഴ്ച 7 മണിക്കാണ് പന്നി പ്രസവിച്ചെങ്കിൽ ഇവൻ്റെ കുർബാന പോകും. കാര്യം ഇവൻ പ്രസവിച്ചാന്ന് നോക്കിയിരിക്കല്ലേ, തിന്നുവാന്ന് വന്നിരിക്കല്ലേ. എങ്ങനെ ഞായറാഴ്ച പ്രസവിച്ച് പോയാൽ പണിയായി, കുർബാന പോയി. അവൻ്റെ അപ്പം പന്നിയുടെ മുമ്പിലാവും, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോകും. അതാണ് നീ എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കാൻ പറയുന്നില്ലേ. അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്ന് വന്ന് പന്നിയുടെ മുമ്പാകെ പ്രസവിക്കണം നോക്കണം നിൽക്കും. തിന്നുവാന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അപ്പം തന്നെ തെറ്റ്. രണ്ടാമത്തെ കേസ് എന്താ? രണ്ടാമത്തെ കേസ് വരാൻ പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒരുത്തൻ അവിടെ ഒരു ഹോം സ്റ്റേയും കൊണ്ട് ഒരുത്തൻ വലിച്ചു വരും. 2 കൊല്ലം കഴിയുമ്പോഴേ ഹോം സ്റ്റേക്കാരൻ വരുമ്പോൾ സായിപ്പിനെ ഭക്ഷണം കൊടുക്കുന്ന പാർട്ടിയാണല്ലേ, അവർ ജീവിക്കണം അങ്ങനെയാണ്. പക്ഷെ സായിപ്പ് വരുന്നതിൻ്റെ പന്നിയുടെ മണം എവിടെയെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവിടെ കയറത്തില്ല. പിന്നെ എന്ത് ഹോം സ്റ്റേക്കാരൻ കൊണ്ട് ഹെൽത്തിന് പരാതി കൊടുക്കും. ഹെൽത്തുകാരൻ നമ്മുടെയൊക്കെ ഒന്ന് കാശ് വാങ്ങിച്ച ഹെൽത്തുകാരൻ പോയിക്കളാം, അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോകും. പുതിയ ആൾക്കാർ വന്നിട്ട് പറയും സംഘം പൂട്ടിക്കൊള്ളാൻ പറയും. അപ്പോൾ നമ്മുടെ ലോണും പോവും, നമ്മൾ വെള്ളത്തിലുമാകും, പലിശയുമാകും. മാർഗഭ്രംശം. നിങ്ങളെ ആർക്കും മാർഗഭ്രംശം വരരുതെന്ന് പറയും. എന്താ കാര്യം? ദൈവത്തിന് മുമ്പാകെ നിന്ന് മാറി അമ്മായിയപ്പന് മുമ്പാകെ വന്നപ്പോഴാണ് മാർഗഭ്രംശം വന്നത്. അമ്മായിയപ്പൻ ഭാര്യയുടെ ആങ്ങളാണ്, ഭാര്യയുടെ അപ്പനാണ്. എന്താ ഉദ്ദേശിക്കണത്? കുഞ്ഞുങ്ങളെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ആ മനുഷ്യൻ നന്നായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് തോന്നിയാലും ചില സമയത്ത് നമ്മൾക്ക് നാളെ അത് മോശമായിട്ട് വരാം. അതാർക്കറിയാൻ പറ്റും? ദൈവത്തിനെ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ പറയണത്. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ വീടിരിപ്പ് സ്ഥലം ഇപ്പോൾ ലോണാണ്. ബാങ്കുകാരൻ കൃത്യമായിട്ട് പലിശ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഹോം സ്റ്റേക്കാരൻ പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ ബാങ്ക് സമ്മതിക്കത്തില്ല, ജപ്തി ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മാർഗഭ്രംശം വരരുത്. എന്താ കാര്യം? ആലോചന ദൈവത്തോട് ആലോചിക്കണം. ദൈവത്തിന് പണ്ട് മുതലുള്ള പരിപാടിയാണ് ആലോചന പറഞ്ഞു തരിക എന്നുള്ളത്. എല്ലാ കാര്യത്തിലും ഇടപെടും. അതുകൊണ്ടാണ് പൗലോസ് പോലും പറഞ്ഞത് എന്താണ്? എബ്രഹാം പറഞ്ഞ വാക്ക് തന്നെയല്ലേ, എല്ലാ തരത്തിലും പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുവിൻ എന്ന് പൗലോസ് 1 കൊരിന്ത്യർ 1:4 പറയുന്നുണ്ട്. അതുതന്നെയാണ് ഉൽപ്പത്തി 24:1 എബ്രഹാത്തെ ദൈവം എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ചു. എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കണം. ദൈവത്തോട് ആണ് നീ ആലോചന ചെയ്യേണ്ടത്. ദൈവം എങ്ങനെയാ പറയണത്? ഞാൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്ന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ അമ്മയുടെ പ്രത്യക്ഷത്തിനെ സാക്ഷിയാക്കി മാറ്റാൻ എന്നെ സഹായിച്ച എൻ്റെ അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. എൻ്റെ പേര് ടെസ്സി എന്നാണ്. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. 2022 ഡിസംബർ 22 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു മകനും മകളുമാണുള്ളത്. മകൻ അയർലൻഡിൽ കുടുംബസമേതം വർഷങ്ങളായിട്ട് താമസിക്കുകയാണ്. അവിടെ ഞങ്ങൾ 2 മാസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയി താമസിച്ചു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മരുമകൾ ടിസ എനിക്കൊരു കൃപാസനം പത്രം കൊണ്ടു തന്നു. അങ്ങനെയാണ് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് ശരിക്കും ഞാനത് മുഴുവനും വായിച്ചു.
അപ്പോൾ ഉടമ്പടി എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും അവനവനെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നാട്ടിൽ വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു. എനിക്ക് ഭയങ്കര ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം. അമ്മ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം കണ്ടപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വരികയാണ്. ഒരു ബുധനാഴ്ച ദിവസമാണ് വരുന്നത്. ചൊവ്വാഴ്ച കുമ്പസാരിച്ചൊരുങ്ങി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് നിലവിൽ 2 മുട്ടിനും നടുവിനും വേദനയുണ്ട്. 4.5 വർഷമായിട്ട് എനിക്ക് മുട്ടിന് വേദനയുണ്ട്. അപ്പം മുട്ടിന് വേദന, മുട്ടുകുത്താനും വയ്യ, സ്റ്റെയർ കേസ് കയറാനും വയ്യ. നടുവേദന എന്ന് പറഞ്ഞാൽ ഒരു 35 വർഷമായിട്ടുള്ള നടുവേദനയാണ്. പല ഹോസ്പിറ്റലും അലോപ്പതിയും ഹോമിയോപ്പതിയും ഫിസിയോതെറാപ്പിയൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അലോപ്പതി ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പം ഞാൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാലും കൊള്ളാം, 90% സക്സസ് ഉള്ളൂ, 10% അത് തളർന്നു പോകും. അതുകൊണ്ട് പോയില്ല, ഹോമിയോപ്പതിയിലേക്ക് പോയി. ആ മരുന്ന് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നതും. ഇവിടെ വന്ന് ഈ കൃപാസനം പള്ളിയിൽ വന്ന് ഞാനവിടെ മുട്ടുകുത്തി കുമ്പിട്ട് എൻ്റെ ഈശോയുടെയും അമ്മയുടെയും കാൽക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. 4.5 വർഷമായിട്ട് മുട്ടുകുത്താത്ത ഞാൻ ചാടി എഴുന്നേറ്റ് വേഗം ഉടമ്പടി എടുക്കുന്ന സ്ഥലത്തോട്ട് പോയി. സ്റ്റെയർകേസൊക്കെ ഓടി കയറി പോകുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ മുട്ടുവേദന എൻ്റെ അമ്മ ഈശോയോട് ചോദിച്ച് മേടിച്ച് മാറ്റി തന്നു. പിന്നെ നടുവേദന ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ആ ഒരു രാത്രി കൊണ്ട് എൻ്റെ നടുവേദനയും മാറി. പിറ്റേ ദിവസം രാവിലെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റി. പള്ളിയിൽ പോകുന്നത് ഒരു 6:15 കുർബാന, 6:15 പോവും. അങ്ങനെയാണ് പതിവ്. അപ്പം പള്ളിയിൽ എനിക്ക് രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ 3ാമത്തെ നിയോഗം ഒരു ഭവനം വേണമെന്നായിരുന്നു. തരക്കേടില്ലാത്തൊരു ഭവനം ഉണ്ട്. എങ്കിലും എനിക്ക് നടുവേദനയും മുട്ടുവേദനയും എനിക്ക് പള്ളിയിൽ പോക്ക് നിന്നുപോയി. പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയാണ് ഭവനം വേണമെന്ന് അമ്മോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാമെന്നായപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ എനിക്ക് ഭവനം വേണ്ട, ഇതുമാത്രം മനുഷ്യർ ഒരു ഭവനത്തിന് വേണ്ടി 1 ഇഞ്ച് മണ്ണിന് വേണ്ടി കഴിയുന്നു, അവർക്കൊക്കെ കൊടുത്തരമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ മുതൽ പള്ളിയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ 1 വർഷം മുഴുവൻ ഉടമ്പടി പ്രകാരം ജീവിച്ച് പള്ളിയിൽ പോവുകയായിരുന്നു. അപ്പം 2023 ഞങ്ങൾ രണ്ടുപേരും കൂടെ അഖണ്ഡ ജപമാലയ്ക്കും പോയി. അപ്പോൾ ഈ 23 ആ വർഷം മുഴുവനും പള്ളിയിലും പോയി കഴിഞ്ഞിട്ടും 24 തുടക്കത്തിൽ. ഏറ്റവും അവസാനം പള്ളിയിൽ പോകാൻ ഞാൻ ഒരു 15 മിനിറ്റ് യാത്രയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക്. വിജനമാണ്, ഒരു പഞ്ചായത്ത് റോഡാണ്, തോട്ടമാണ്, ഞങ്ങൾ കൃഷിക്കാരാണ്. അപ്പം ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ പള്ളി വരെ വീടുകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് മധ്യത്തിൽ 15 മിനിറ്റ് യാത്രയുടെ മധ്യത്തിൽ ഒരു കഞ്ചാവ് അടിക്കുന്നൊരു പയ്യൻ. അവൻ എന്നെ അറിയാം, അവൻ എന്നെ കാണുമ്പോൾ വലിയ ബഹുമാനമാണ്. പക്ഷെ അവൻ അന്ന് എന്നെ കണ്ടിട്ട് യാതൊരു കണ്ടമട്ടും അടിച്ചില്ല. അവനങ്ങനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മൊബൈൽ ഫോണും വിളിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അപകടം പണത്തിന് അമ്മേ എൻ്റെ എപ്പോഴും ഉടമ്പടി കാശ് എൻ്റെ കയ്യിലുണ്ട്, അമ്മേ കാത്തുകൊള്ളണേന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പെട്ടെന്ന് നല്ല ധൈര്യവും ശക്തിയും ഉണ്ടായി. ഞാൻ വേഗം അവൻ്റെ നേരെ മുന്നിൽ കൂടെ തന്നെ റോഡിൻ്റെ നടുക്കൂടെ തന്നെ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ എല്ലാ കാര്യം ഞാൻ പുള്ളിക്കാരനോട് പറയും. പുള്ളിയോട് ഞാൻ പറഞ്ഞ കാര്യം അവൻ പറഞ്ഞു, നാളെ മുതൽ നീ പള്ളിയിൽ പോകണ്ടെന്ന് തന്നെ ഇവിടെ പറഞ്ഞു. എൻ്റെ പള്ളിയിൽ പോക്ക് വിലക്കി. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, അമ്മേ എനിക്കിനി ഒരു ഭവനം വേണം. ആ ഡിസംബർ, അതായത് 23 ഡിസംബർ, ഈ ഭവനം എന്ന് പറയുമ്പോൾ ഡിസംബർ 25 എന്നുള്ളൊരു നമ്പർ എൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ മാഞ്ഞു പോകും, തെളിഞ്ഞു മാഞ്ഞു പോകും. അപ്പോൾ ആ ഡിസംബർ 4-ാം തീയതി, നവംബർ പകുതി ആധാരമാക്കി ഡിസംബർ 4-ാം തീയതി തൊറൂർ ടൗണിൻ്റെ മധ്യത്തിൽ തന്നെ നല്ല നല്ലൊരു ഭവനം തന്ന് ഞങ്ങളെ സുരക്ഷിതമായിട്ട് പാർപ്പിക്കുക. ഞങ്ങളുടെ മോനെ മേടിച്ച് ഞങ്ങളെ കൊണ്ട് പാർപ്പിച്ചോടെ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങും. ഞാൻ പള്ളിയിലേക്കും പോവും, പുള്ളിക്കാരൻ പഴയ വീട്ടിലോട്ട് തോട്ടത്തിലേക്കും പോവും. അങ്ങനെയാണ് പതിവ്. പള്ളിയിൽ പോക്ക് വിലക്കിയപ്പം അറിഞ്ഞ് പിറ്റേ ആഴ്ച അറിഞ്ഞ് പുലി ഇറങ്ങിയിട്ടുണ്ടെന്നും, ചെറിയൊരു പട്ടണമുണ്ട് അവിടെ, ടൗണ് മുട്ടം, അവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പേപ്പറിലൊക്കെ വന്നു. നമ്മുടെ തോട്ടത്തിൻ്റെ 1/2 കിലോമീറ്റർ മാറിയും പുലിയുടെ ഫോട്ടോ വന്നു. അപ്പം പുലിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്മ ഈ കഞ്ചാവടിക്കാരൻ പയ്യനെ കാണിച്ചു തന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ പുതിയ ഭവനത്തിലേക്ക് മാറിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ വൈകുന്നേരം വരും, രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങും, ഞാൻ പള്ളിയിലേക്ക് പോകും. അങ്ങനെ വൈകുന്നേരം ഒരു ദിവസം വന്നപ്പോൾ എനിക്ക് പനി തന്നെ കണ്ടമാനമുള്ള പനിയില്ല. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഇവിടെ നമുക്കിവിടെ നിന്ന് താമസിക്കേണ്ട, പഴയ വീട്ടിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെയാണ് ഹോമിയോ ഹോസ്പിറ്റലുള്ളത്. ഞാൻ ഹോമിയോ മരുന്നേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എന്നെ കൊണ്ടുപോയി, വീട്ടിലോട്ട് കൊണ്ടുപോയി. പിറ്റേ ദിവസം ഞാൻ ഹോമിയോ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്, അപ്പം ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ. അപ്പോൾ അവിടെ പോയി
ചെന്നപ്പം എന്നെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചേച്ചി കൗണ്ട് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ 1 മാസം മുമ്പ് ഞാൻ എന്നെ നോക്കിയതാണ്. അല്ല, കൗണ്ട് നോക്കണം. അമ്മ ആ ഡോക്ടറിൽ കൂടി, ഡോക്ടർ ഷെറിൻ പുള്ളിക്കാരത്തിൽ കൂടി പറഞ്ഞതാണ്. അപ്പം പുള്ളിയുടെ നിർബന്ധം കൊണ്ട് ഞാൻ നോക്കിച്ചേക്കാമെന്നും പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോൾ 33,000 എന്ന് കണ്ടു കൗണ്ട്. നമുക്ക് മാക്സിമം 11,000 ആകാവുള്ളൂ. അവിടെയാണ് എനിക്ക് 33,000. അപ്പോൾ പറഞ്ഞു, ചേച്ചി പെട്ടെന്ന് തുടർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പം ഞാൻ വീട്ടിൽ ചെന്നു. എനിക്ക് യാതൊരു ടെൻഷനുമില്ല. സാധാരണ എനിക്ക് ഒരു ജലദോഷം വന്നാൽ പോലും ടെൻഷൻ എടുക്കുന്ന എനിക്ക് ഈ ഉടമ്പടി 2022 ആ ഉടമ്പടിയുടെ ബലത്തിൽ എനിക്ക് ഒരു ടെൻഷനുമില്ല. എനിക്ക് മനസ്സിന് സന്തോഷമാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞപ്പം പുള്ളി ഉടനെ മോനെ വിളിച്ചു. അങ്ങോട്ട് അല്ലോട്ട് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, സ്മിത ഹോസ്പിറ്റലിൽ തന്നെ പോകണം, അവൻ്റെ നിർബന്ധം. അവിടെയാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അതൊന്നും ഞങ്ങളോട് പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ 4 ഹോസ്പിറ്റലുണ്ട്, വലിയ ഹോസ്പിറ്റൽ, അവിടെ പോകാമെന്ന് കരുതിയത്. അപ്പോൾ അവിടെ തന്നെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ്റെ നിർബന്ധം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 1,800 കൂടെ 34,800 കൗണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഓരോന്നും ടെസ്റ്റാണ്, എല്ലാം ടെസ്റ്റ് ചെയ്തു. പെടലിൽ നിന്ന് ഒരു ഗ്രന്ഥി എടുത്ത് ബയോപ്സിക്ക് അയച്ചു. അല്ലെങ്കിൽ ബ്ലഡ് നോക്കി, എല്ലാം ടെസ്റ്റുകൾ നടത്തി അവിടെ. അപ്പം ബ്ലഡ് നോക്കിയപ്പം ബ്ലഡ് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. അപ്പം പിന്നെ പെച്ചടി പെട്ടെന്ന് കയറിപ്പോവുക കൗണ്ട്. അപ്പം മോനും ഡോക്ടറും തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ മോനോട് പറഞ്ഞു, ടോണി ഇത് അക്യൂട്ടിലോട്ട് മാറിയിരിക്കുകയാണ്, മിക്കവാറും മജ്ജ മാറ്റി വയ്ക്കേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ മോൻ 2 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ഇഞ്ഞ് വന്ന് ഇവിടെ കൊണ്ടുവന്നപ്പം ഡോക്ടർ പറഞ്ഞു, നമുക്ക് ബോൺ മാരോയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. ബോൺ മാരോ ചെയ്തു. അപ്പോൾ ആ ബോൺ മാരോ ചെയ്തതിൻ്റെ 14 ദിവസത്തെ ഗ്യാപ്പുണ്ട്. 14 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ 14 ദിവസം എന്ന് പറഞ്ഞൊരു വലിയൊരു ദിവസങ്ങളാണ്. പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി എൻ്റെ മോൻ ഗംഗാരൻ ഡോക്ടറുണ്ട്, ഓങ്കോളജിയുടെ വലിയൊരു ഡോക്ടറാണ്, എറണാകുളത്തെ. അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ഈ കൗണ്ട് കുറയാനായിട്ടുള്ള മരുന്ന് വന്നിട്ട് ക്യാൻസറിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ആ ക്യാൻസറിൻ്റെ മരുന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. അതായത് ഛർദ്ദിക്കും, വയറിളകും, ദേഹം മുഴുവനും കറുത്ത പാണ്ട് വരും, തലമുടി ഒഴിയൊക്കെ ഉണ്ട്. പക്ഷേ മാതാവ് എനിക്കിതൊന്നും തന്നിട്ടില്ല. ഞാൻ ആ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഒരു കുറോസിന് ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മോന് പോകാറായി. അപ്പം ഡോക്ടർ ടോണി പോയിക്കോ, പിന്നെ മരുന്ന് ഇങ്ങനെ 14 ദിവസം കൂടി ഇരിക്കുമ്പം ഇവിടെ വന്ന് ബ്ലഡ് നോക്കി നമുക്ക് മരുന്ന് കഴിച്ചാമെന്ന് പറഞ്ഞു. അങ്ങനെ 2.5 മാസത്തോളം അങ്ങനെ പോയി. വീണ്ടും മോൻ വന്നു. മോൻ കുടുംബസമേതം എല്ലാവരും കൂടാണ് വന്നത്. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് പോകാനുള്ള നേരമായി. അപ്പം മോൻ എന്നെ കൊണ്ടുപോയി. അപ്പോൾ മുതലാണ് ആകെ തകിടം മറിഞ്ഞു. എൻ്റെ കൗണ്ട് തീരെ കുറഞ്ഞു, എൻ്റെ പ്ലേറ്റ്ലെറ്റ് തീരെ കുറഞ്ഞു. പ്ലേറ്റ്ലെറ്റ് ലക്ഷങ്ങൾ നമുക്ക് വേണം, അവിടെ 15,000-ലേക്ക് താന്നു. ഹീമോഗ്ലോബിൻ്റെ അളവും തീരെ താന്നു. ആകെ മരിക്കും എന്നുള്ളൊരു ഇതായി. അപ്പോഴേ 10 കുപ്പി പ്ലേറ്റ്ലെറ്റും ബ്ലഡും കൊടുത്തു എന്ന് പറഞ്ഞു. അവിടെ കിടന്ന് 5 കുപ്പി, 4 കുപ്പി പ്ലേറ്റ്ലെറ്റും 1 കുപ്പി ബ്ലഡും കൊടുത്തു. പിന്നെ 5 കുപ്പി തൊടുപുഴയെ വന്ന് കൊടുത്തു. പിന്നെ 2 ദിവസം കൂടിയിരിക്കുമ്പോൾ 5 കുപ്പി വീതം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയെങ്കിൽ രാത്രി, പകലെങ്കിൽ പകൽ, അങ്ങനെ. അപ്പം ഇവരെന്നെ കൊണ്ട് പെട്ടെന്ന് 5 മിനിറ്റ് മതി ഹോസ്പിറ്റലിൽ പോകാൻ. അപ്പം അങ്ങനെ തൊടുപുഴയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ എത്ര കൊടുത്താലും 21,000-ൻ്റെ മുകളിലോട്ട് കൗണ്ട് പോകുന്നില്ല, അല്ല പ്ലേറ്റ്ലെറ്റ് കയറുന്നില്ല. അപ്പോൾ യാതൊരു രക്ഷയില്ല. അപ്പോൾ എന്നെ പ്രതി മകനോ മരുമകളോ ആരെങ്കിലും നിൽക്കേണ്ടി വരും. കുഞ്ഞുങ്ങളുടെ പഠിത്തം, അവരുടെ ജീവിതം, ഇതെല്ലാം കൂടെ ഇപ്പോൾ എനിക്ക് ആകപ്പാടെ എനിക്ക് 2002 ഉടമ്പടി എടുത്തിന് അമ്മോട് പറഞ്ഞു, അമ്മേ ഇതിനൊരു ഒരു പോംവഴി കാണിച്ചു തരണം. അപ്പം ഞാൻ പറഞ്ഞപ്പം എനിക്ക് രക്ഷയില്ല. അതായത് 21,000-ൻ്റെ മുകളിലോട്ടും കയറുന്നില്ല. പിന്നെ അതിനോടിടയ്ക്ക് ഗംഗാരൻ ഡോക്ടർ എൻ്റെ ഈ ബ്ലഡിൻ്റെ എന്തുമാത്രം ഉണ്ടെന്നുള്ളത്, അതിൻ്റെ ആ പേഴ്സൻറ്റേജ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് അയച്ചിരുന്നു, രക്തത്തിൻ്റെ. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, രക്തം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ അവസാനം എനിക്കൊരു പ്രെയർ റൂം ഉണ്ടായിരുന്നു. പ്രെയർ റൂമിലെ പുള്ളിക്കാരന് അപ്പനും മോനും അത്ര വിശ്വാസമൊന്നുമില്ല കൃപാസനത്തെക്കുറിച്ച്. അപ്പോൾ എനിക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ കാര്യം വീടുകളൊക്കെയാണ്, പക്ഷേ ഒരു പ്രെയർ റൂമില്ല. ഞാൻ അമ്മയും തിരിയും ബൈബിളും ഒക്കെ ആയിട്ട് അടുത്ത മുറിയിൽ പോകും പ്രാർത്ഥിക്കാൻ ഓരോ സമയത്തിന്. അപ്പോൾ അതെനിക്കൊരു വേദനയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ ആരോടും പറയുന്നില്ല, അമ്മയും ഞാനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ പുതിയ വീട് മേടിച്ചപ്പം ആദ്യത്തെ ഇവിടെ ഒരു ഓഫീസ് പോലത്തെ ഒരു വീടാണ്. അപ്പം പുള്ളിക്കാരൻ തന്നെ ഒരു ശില്പിയെ വരുത്തി, പള്ളിയിലും അമ്പലത്തിലൊക്കെ ശില്പങ്ങളുണ്ടാക്കുന്ന, തടിയലുണ്ടാക്കുന്ന ഒരു ശില്പിയാണ്. അവനെ വിളിച്ച് റൂം കാണിച്ചു, അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു മാതാവ്, യോസേപ്പ് പിതാവ്, ക്രൂശിത രൂപം അത്ര ഉള്ളൊരു റൂമായിരിക്കണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു മാതാവ് കൃപാസനം മാതാവിനെ തന്നെ ആയിരിക്കണമെന്നും പറഞ്ഞു. ഞാൻ നമ്മുടെ കൃപാസനത്തിൻ്റെ നമ്മുടെ ആ പടമുണ്ടല്ലോ അതുകൊണ്ട് കാണിച്ചു ശില്പിനെ. ആ തിരമാലയുടെ നടുക്ക് മാതാവ് നിൽക്കുന്നതും നീലാകാശവും തെങ്ങും ഒക്കെ ഉള്ള ആ ഒരു, അതുപോലെ തന്നെ ബാഗിലുണ്ട്. അതുപോലെ തന്നെ ശില്പിയുടെ മകൻ വന്ന് ചെയ്തു. ശില്പി 2-3 മാസം എടുത്ത് അവർ ചെയ്യാൻ, അതെല്ലാം എടുത്ത് ഇത് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അത് ആ ആഴ്ച തന്നെ
ഈ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ആ മോനോട് പറഞ്ഞടാ, നീ കൃപാസനം അമ്മേനെ തൊട്ടിരിക്കുന്ന നമ്മോട് പ്രാർത്ഥിച്ചോ, അത്ഭുതങ്ങൾ നടക്കും, നിനക്ക് അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം ക്രമീകരിച്ച് എല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ ആ ആഴ്ച തന്നെ അവന് കേരള ലളിതകലാ അക്കാദമി പുരസ്കാരം കിട്ടി, 50,000 രൂപയും ഫലവും. അപ്പം അങ്ങനത്തെ ഉള്ളൊരു പ്രയർ റൂമായിരുന്നത്. അതും വെഞ്ചരിക്കണമെന്ന്, അതാണ് പ്രയർ റൂമിൻ്റെ പുറകിലത്തെ കഥ അത്. അപ്പം എനിക്ക് അങ്ങനെ അത്രയും നല്ലൊരു പ്രയർ റൂം തന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇത്രയും വലിയൊരു പ്രയർ റൂം ഉണ്ടാകുമെന്ന്. അപ്പം അങ്ങനെ ആ പ്രയർ റൂം വെഞ്ചരിച്ചിട്ടില്ലായിരുന്നു, വെഞ്ചരിക്കണമെന്ന് പറഞ്ഞു. കല്ലറയും എടുത്തിടണമെന്ന് പറഞ്ഞു. ഒരു സ്പെഷ്യൽ കല്ലറ, കുടുംബക്കാർ ഒരു സ്പെഷ്യൽ കല്ലറ വേണം. കല്ലറയും എടുത്തിട്ടു, ഈ ഇതും വെഞ്ചരിച്ചു. ഇനി മരുമകളെ കൊണ്ട് പാലും കാച്ചിക്കണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കിടക്കുന്നതുകൊണ്ട് പാല് എല്ലാവരെയും വിളിച്ച് നടക്കത്തില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു സാരമില്ല അമ്മേ, നമുക്കിപ്പം തന്നെ കാച്ചാമെന്നും പറഞ്ഞുകൊണ്ട് ആ പാല് കാച്ച് കർമ്മം നടന്നു. ഇനി ഞാൻ പറഞ്ഞു എനിക്കിനി കൃപാസനത്തിൽ പോകണം. അവസാനത്തെ എൻ്റെ ആഗ്രഹമാണ് എനിക്ക് കൃപാസനത്തിൽ പോകണം. കൃപാസനത്തിൽ വന്നാൽ രക്ഷപ്പെടുമെന്ന് എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വന്നപ്പം മോൻ പറഞ്ഞു, ഇപ്പം അന്ന് ബ്ലഡ് കൊടുക്കേണ്ട ദിവസമാണ്, കൊടുക്കേണ്ട ദിവസം കൊടുക്കാൻ പോയില്ല, കൊടുക്കാണ്ടല്ല നോക്കേണ്ട ദിവസം നോക്കാൻ പോയില്ല. അന്ന് സന്ധ്യ ആയപ്പം ഞങ്ങളെല്ലാവരും കൂടെ വലിയൊരു വണ്ടിയിൽ, എൻ്റെ ചേച്ചി ആലപ്പുഴയിലുണ്ട്, അവിടെ വന്ന് താമസിച്ചു. അത് കഴിഞ്ഞിട്ട് രാവിലെ കൃപാസനത്തിലോട്ട് വന്നു. അപ്പോൾ ഇവിടം വരെ വരണമെന്ന് ഞാൻ എൻ്റെ അമ്മയുടെ മുറുക്ക് പിടിച്ചുകൊണ്ട് അമ്മയോട് യാചിക്കുമായിരുന്നു, ഇവിടം വരെ ജീവനോടെ എത്തണമെന്ന്. ഇടയ്ക്ക് വെച്ച് ഞാൻ പോകുന്നതിന് ഓർത്തത് അങ്ങനെയായിരുന്നു. അതായത് എത്ര രക്തം കൊടുത്തിട്ടും 21,000 മുകളിലോട്ട് പോകാഞ്ഞ രക്തം കൊടുത്തില്ലെങ്കിലോ. അപ്പം ഇവിടെ വന്ന് രക്തം കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കുകയാണ്. അച്ഛൻ്റെ വിശുദ്ധ കുരിശ് എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധ തൈലമെടുത്ത് നെറ്റിയെ കുരിശ് വരച്ചു. അച്ഛൻ എൻ്റെ ആ രേഖയും കൊണ്ട് മാതാവിൻ്റെ അടുക്കൽ അച്ഛൻ്റെ വിശുദ്ധിയിൽ അച്ഛൻ പോയി പ്രാർത്ഥിച്ചു. അപ്പോഴേ അമ്മയുടെ മോനോട് പറഞ്ഞു എൻ്റെ കാര്യത്തിന് പ്രശ്നം സോൾവ് ചെയ്തു. ഞാൻ എന്നിട്ട് വീട്ടിലേക്ക് പോകണം. ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് പോയി. അതായത് 1, 2 നോക്കേണ്ട ദിവസം നോക്കിയില്ല, കൊടുക്കേണ്ട ദിവസം കൊടുത്തില്ല. 3-ാമത്തെ ദിവസം രക്തം പോയി നോക്കിയപ്പം 26,000 പ്ലേറ്റ് എന്ന് കണ്ടു. അത് എത്ര കുപ്പി ബ്ലഡ് കൊടുത്തിട്ടും എൻ്റെ രക്തം പ്ലേറ്റ്ലെറ്റ് കൂടാത്ത 26,000 മുകളിലോട്ട് കൂടാഞ്ഞത് 26,000 എന്ന് കണ്ടു. അപ്പോഴപ്പം വിളിച്ച് പറയും. അപ്പം ഡോക്ടർ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തേര്, അപ്പോൾ ഇനിയും 26,000 ആയില്ല, അപ്പം തൽക്കാലം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അനേകരുടെ രക്തം എൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മോൻ്റെ രക്തം മാത്രമേ രക്തമായിട്ട് എൻ്റെ ശരീരത്തിൽ എനിക്ക് കയറിയിട്ടുള്ളൂ. മറ്റുള്ള ബ്ലഡ് ബാങ്കിൽ നിന്നും നാട്ടുകാരുടെ രക്തവും അങ്ങനെയൊക്കെ ആയിരുന്നു. അവരങ്ങോട്ട് കൊടുക്കും, ഹോസ്പിറ്റലിൽ നിന്നുള്ള രക്തം നമുക്ക് കിട്ടും. അങ്ങനെ ഇവിടെ വന്ന് അപ്പോൾ ആ ആഴ്ച തന്നെ ഗംഗാധരൻ ഡോക്ടറെ കാണേണ്ട ദിവസമാണ്. അപ്പം ഞങ്ങൾ പോയി. അപ്പം അവിടെ ചെന്നപ്പോൾ 60,000 പ്ലേറ്റ്ലെറ്റായി. അപ്പം ബ്ലഡ് കൊടുത്ത ആ റിസൾട്ട് വന്നു. ക്യാൻസറിൻ്റെ യാതൊരു ടിഷ്യൂ അതിനകത്തില്ല. അപ്പോൾ ക്യാൻസറിൻ്റെ പെർസെൻറ്റേജ് കണ്ടമാനം കൂടുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്, രക്തം കൊടുത്തതാണ്. ക്യാൻസറിൻ്റെ യാതൊരു ടിഷ്യൂസും ഇല്ല. പിന്നെ എല്ലാം നോർമലായി. ഇപ്പം എനിക്ക് 2 ലക്ഷത്തിൽ കൂടുതലുണ്ട് പ്ലേറ്റ്ലെറ്റ്. 4 ലക്ഷം വരെ ആകാം നമുക്ക്. എന്നാൽ എല്ലാം എനിക്ക് നോർമലായി. കൗണ്ടും ഹിമോഗ്ലോബിനും എല്ലാം നോർമൽ. എനിക്ക് പഴയ ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ ബസ്സിനാണ് ഞങ്ങൾ വന്നത്. എനിക്ക് വലിയ ബസ്സിന് കയറിയാൽ കാറിന് വന്ന് എനിക്ക് വേറെ ശ്രദ്ധിക്കും. എന്നാലും കൃപാസനത്തിൽ വന്നാൽ ഞാൻ ശ്രദ്ധിക്കത്തില്ല. ബസ്സിന് വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കത്തില്ല. മറ്റെവിടെ പോയാലും ഞാൻ ശ്രദ്ധിക്കും. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഉള്ളത് എനിക്ക് ഞാൻ ഉടമ്പടിയിലായിരുന്ന കാലത്ത് ആ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്ത കാലത്തുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അമ്മ നീലത്തിരിയിലും പച്ചത്തിരിയിലും അമ്മ വെളിപ്പെട്ടിട്ടുണ്ട്. അത് പച്ചത്തിരിയിലെ അമ്മയുടെ തിരുക്കുമാരനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് കണ്ടത്. അതുപോലെ തന്നെ നീലത്തിരിയിലും കണ്ടിട്ടുണ്ട്. എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന്, അതായിരുന്നു ഏറ്റവും വലിയത്. ഭയങ്കരമായിട്ട് അപകടങ്ങളിൽ നിന്നൊക്കെയുള്ള രക്ഷ. അതിപ്പോൾ ഇവിടെ സമയമുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പറയാം. അപകടങ്ങളിൽ നിന്നുള്ള രക്ഷ ഒത്തിരി എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ അവന് കണ്ണിന് 2 കണ്ണും തിമിരമാണെന്ന് 2 ഡോക്ടർമാർ പറഞ്ഞതാണ്. ഒരു ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് ശരിക്കും ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും തൈലം പരട്ടി വിശ്വാസപ്രമാണം ചെല്ലിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് ഡോക്ടറെ തിമിരത്തിൻ്റെ വല്ല ലക്ഷണമുണ്ടോ? തിമിരത്തിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലെന്ന് പറഞ്ഞു. അത് ഞാൻ ഈ തൈലം പരട്ടി വിശുദ്ധ തൈലം പരട്ടി പോയതിൻ്റെ ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അമ്മയെ എടുത്ത് മാറ്റി തന്നെ എൻ്റെ വിശ്വാസം. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കുന്നത് എനിക്ക് അങ്ങനെ നാണക്കേടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ എല്ലായിടത്തും കൊണ്ടു നടക്കില്ല. എന്നെ അറിയാവുന്നവർ ചോദിക്കും ചേച്ചിക്ക് എൻ്റെ ആവശ്യം വല്ലതും ഉണ്ടെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞിടാവനെ നിങ്ങൾ അവിടം വരെ ഒന്ന് പോകണം, എൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ അവരോട് പറയും. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ദിവസം പത്രവും സാധാരണ ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യമായിട്ട് പോവുക. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒത്തിരി ഭക്ഷണം, തൊടുപുഴ എന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ അങ്ങനെ ഒരു ദാരിദ്ര്യ മേഖലയല്ല. അവിടെ ഹോട്ടലിൽ പോലും
ഭക്ഷണം ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം താലൂക്ക് ആശുപത്രി പോയപ്പോഴത്തേക്കും അവിടെ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഈ രോഗികളൊന്നും ഭക്ഷിക്കത്തില്ല. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഈ അങ്ങനെ പത്രവും ഭക്ഷണവും ആവശ്യത്തിനുള്ള പൈസയൊക്കെ ആയിട്ടാണ് ഈ പോണത്. ഒരു ദിവസം ഞാനിങ്ങനെ ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന് പത്രവും കൊടുക്കും, അർഹതപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം ചെയ്യും. അങ്ങനെ വന്നപ്പോഴത്തേക്കും എൻ്റെ മുൻപിൽ ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ തമ്പുരാൻ്റെ. അപ്പം ഞാനപ്പോൾ ഓർക്കും കാരാഗ്രഹം മീൻസ് ജയിൽ. അപ്പം നമുക്കങ്ങനെ അങ്ങനെ പേടിയില്ലേ. അപ്പം നോക്കിയപ്പോൾ അപ്പുറം 2 ബൂട്ടിട്ട കാല് നടുക്കൊരു അല്ലാത്തത്. അപ്പം ജുഗുപ്സയോടെ ഓരോരുത്തർക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2 പോലീസുകാരുടെ നടുക്കൊരു പയ്യൻ, ഒരു 10-25 വയസ്സുണ്ട്, ഒരു നല്ല ഒന്നാന്തരം കുടുംബത്തിൽ ഇപ്പം നല്ല കുലീനത്തുള്ളൊരു ചെറുക്കനാണ്, ഒരു 10-25 വയസ്സുള്ളത്. ഞാൻ അറിയാതെ അങ്ങ് എഴുന്നേറ്റ് ഞാൻ ഈ പത്രം കൊണ്ട് ഞാൻ ആ കൊച്ചിനെടുക്ക ചെന്നു. പ്രോട്ടോക്കോൾ അനുസരിച്ച് പോലീസിനോട് ചോദിച്ച് അനുവാദം വാങ്ങിയിട്ട് നമ്മൾ ആ അവൻ കുറ്റവാളിയാണോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കുന്നത്, വൈദ്യപരിശോധനയ്ക്ക് വന്നിരിക്കുന്നതാണ്. അപ്പം അവന് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിലോ എന്തെങ്കിലും കൊടുക്കണമെന്നെങ്കിൽ പോലീസിനോട് നമ്മൾ അനുവാദം മേടിക്കണം. അപ്പം പോലീസിനോട് ഞാൻ ഒന്നും മേടിച്ചില്ല. ഞാൻ നേരെ ആ കൊച്ചിനോട് പറഞ്ഞു, മോനെ ഈ പത്രം ഞാനെടുത്ത് അവൻ്റെ കൃപാസനത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, വിശദ വിവരം പറഞ്ഞ് ഇങ്ങനൊരു പള്ളിയുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, നീ അവിടെ നിനക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും, നീ അവിടെ പോയി പ്രാർത്ഥിക്കണം, അമ്മ നിന്നെ അനുഗ്രഹിക്കും എന്നും പറഞ്ഞ് ഞാൻ ഈ പത്രം എടുത്ത് ആ കൊച്ചൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ആ കൊച്ചൻ വിലങ്ങിട്ട കയ്യാണ്, ആ കൈ കൊണ്ട് അവനിത് മേടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് എന്നെ ഒരു നോട്ടം നോക്കി. മരണം വരെ ഞാൻ മറക്കത്തില്ല ആ നോട്ടം. അവന് തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും അല്ല എന്നെൻ്റെ വിശ്വാസം. പിന്നെ ഉള്ളത് ഞാൻ എന്നിട്ട് പിന്നെ താലൂക്ക് ആശുപത്രിയിലാണല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് പിന്നെയും ഈ പത്രം കൊണ്ട് പോകും. അപ്പോൾ ഒരു ഹെഡ് നേഴ്സ് ഒച്ച വെച്ചു, ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്, അവിടെ അങ്ങനെ മതപരമായിട്ടുള്ള സാധനങ്ങൾ ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനതൊന്നും പറഞ്ഞില്ല. ഞാനപ്പോൾ തൊട്ടിപ്പുറത്ത് ഇതിൻ്റെ ഹെഡ് ഡോക്ടറുടെ ഒരു റൂമാണ്. അപ്പം ഞാനവിടെ ഡോക്ടർ രോഗിയെ നോക്കുന്ന സമയമൊന്നുമല്ല, ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോഴേ ഡോക്ടർ എഴുന്നേറ്റ് അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അമ്മ ഡോക്ടറെ ഞാൻ രോഗിയോ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവോ ഒന്നുമല്ല, എനിക്കറിയാം, ചേച്ചി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഒരു 1/2 മണിക്കൂർ നേരം ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ പറയുകയും ഡോക്ടർ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം, വളരെ വലിയൊരു ഡോക്ടറാണ്, എല്ലാം ശ്രദ്ധാപൂർവ്വം കേട്ടിട്ട് അവസാനം എന്നോട് ചോദിച്ചു എന്നൊരു പത്രം തരാമോന്നും. ഞാൻ പത്രം എടുത്ത് ഡോക്ടറെ കൊടുത്തു. വളരെ ബഹുമാനത്തോടെ ആ മനുഷ്യനൊന്ന് മേടിച്ചു. ഞാൻ യാത്ര പറഞ്ഞ് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഹെഡ് നേഴ്സ് പുറത്ത് നിൽപ്പുണ്ട്. പുള്ളി എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൊടുത്തു, എന്നോട് ചോദിച്ചില്ല, ഞാൻ കൊടുത്തുമില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഭക്ഷണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ചിലപ്പം ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും കാണത്തില്ല. എനിക്ക് എൻ്റെ ഒരു മനസ്സിന് സന്തോഷമുള്ളൊരു, നമുക്കൊരു പ്രത്യേക സന്തോഷം അത്. അപ്പോൾ ഒരു രോഗി, ആ രോഗി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് കാലുമേലാത്തതാണ്, കാലില്ലാത്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ആണ് ഇതിനെ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൈയും പൊങ്ങത്തില്ല. അതിനൊന്ന് കഴിക്കണമെന്ന് ഭയങ്കര വിശപ്പുണ്ട്. ഈ പൊതിച്ചോറിട്ട് കഴിക്കത്തുമില്ല അതിന്. അപ്പോൾ ഞാൻ കഞ്ഞിയായിട്ട് ഞാൻ കുറച്ച് കൊണ്ടുപോകും. അപ്പോൾ ആ കഞ്ഞി ഞാൻ കൊടുത്തപ്പോൾ പിന്നെ വാരി കൊടുത്ത് വായിലോട്ട്. അപ്പോൾ അത് വളരെ ഇതായിട്ട് എൻ്റെ കണ്ണിലോട്ട് നോക്കി അത് മേടിക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം വന്നു. പിന്നെ ഇത്രമാത്രം അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്ക് ഈശോയോട് ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിട്ടല്ല, യാതൊരു മേന്മ ഉണ്ടായിട്ടല്ല. അമ്മ ഈശോയോട് ചോദിച്ച് മേടിച്ച് തന്നതാണ്. ചെറുപ്പം മുതലേ ഞാനൊരു മാതാവിൻ്റെ ഭക്തിയാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന എൻ്റെ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും എന്നേക്കും.